പെരുന്നാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കേക്കാണ് കേട്ടോ ഈ ഐസിങ് ചെയ്യുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് വൈകിയതാണ്. അപ്പോൾ കേക്ക് 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്ത് വിപ്പിംഗ് ക്രീമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങിൽ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ മിൽക്ക് മെയ്ഡും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ തലേ ദിവസം ആണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അനിയത്തിമാർ പറയാറുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ കേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന സാഹചര്യമൊക്കെ നോക്കിയിട്ട് വേണമല്ലോ കേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം കൊണ്ടും ഒത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ കേക്കൊക്കെ തയ്യാറാക്കി വെക്കാം എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി എന്നിട്ട് ഇപ്പോഴാണോ ഈ വീഡിയോ ഇടുന്നത് എന്ന്. പക്ഷേ ഇടാൻ ഒരുപാട് ശ്രമിച്ചതാണ് കേട്ടോ. പക്ഷേ എക്സാം ആയിരുന്നു, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളിൽ പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ചിട്ട് ഐസിങ് ചെയ്യാണ്. ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രീസറിലാണ് കേട്ടോ വേഗം ആവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നെടുത്തിട്ട് ഒന്ന് ഫൈനൽ കോട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ആകെ ഒലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നന്നായിട്ട് അതൊന്ന് തണുപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ ഇങ്ങനെ ചെയ്ത് ഫില്ല് ചെയ്തു. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒന്നും മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ